തലശ്ശേരി ഫസൽ വധക്കേസിൽ കാണാതായ തൊണ്ടി മുതൽ കണ്ടെത്തി. എറണാകുളം CJM കോടതിയുടെ കസ്റ്റഡിയിൽ നിന്നും കാണാതായ രക്തം പുരണ്ട തുവാലയാണ് കണ്ടെത്തിയത്. തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന റൂമിൽ നിന്ന് തന്നെയാണ് തുവാല കണ്ടെടുത്തത്. എലി കൊണ്ടുപോയെന്നാണ് നേരത്തെ തുവാലയുണ്ടായിരുന്ന കവറിൽ എഴുതിയിരുന്നത്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ ഫസൽ വധക്കേസ് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ്. കാരണം NDF-ന്റെ പ്രവർത്തകനായ ഫസലിനെ CPM വധിച്ച ശേഷം അത് RSS ആണ് ആ കൊലപാതകം നടത്തിയത് എന്ന് വരുത്തി തീർത്ത് വലിയൊരു കലാപത്തിന് CPM അന്ന് ശ്രമിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഈ തൊണ്ടി മുതൽ കോടതിയും റൂമിൽ നിന്ന് തന്നെ കാണാതാകുന്നു. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെയുണ്ട്. ഇപ്പോഴെന്താണ്, എപ്പോഴാണ് ഈ തുവാല തിരിച്ചു കിട്ടി എന്ന കാര്യം നമുക്ക് ലഭ്യമായ വിവരം? ഗൗതം, ഈ രക്തം പുരണ്ട തൂവാല എലി കരണ്ട് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു നേരത്തെ. ഈ തൂവാല പൊതിഞ്ഞു വെച്ചിരുന്ന ബ്രൗൺ പേപ്പറിൽ അത് മറ്റൊരു കവറിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിന് പുറത്തായിട്ട് എഴുതി വെച്ചിരുന്നത്. അതിനെ തുടർന്ന് കൊച്ചി CBI കോടതി ഈ തൂവാല നഷ്ടപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതിനിടയിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഈ രക്തം പുരണ്ട തൂവാല കണ്ടെത്തിയിരിക്കുന്നത്. ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന CJM കോടതിയിലെ റൂമിൽ തന്നെയാണ്, മുറിയിൽ നിന്ന് തന്നെയാണ് ഈ തൂവാല കണ്ടുകിട്ടിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിനിടയിൽ തന്നെ ഈ തൂവാല വീണ്ടും കണ്ടുകിട്ടണമെങ്കിൽ അതിൽ ചില ദുരൂഹതകളൊക്കെ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫസൽ വധക്കേസിലെ നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ രക്തം പുരണ്ട ടവൽ അഥവാ തൂവാല. ഈ തൂവാല RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൊണ്ടിട്ടുകൊണ്ട് അത് RSS ആണ് ഈ കൊലപാതകം നടത്തിയെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം അന്ന് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിനിടെ ഈ സാക്ഷി വിസ്താരത്തിനിടെയാണ് ഈ തൂവാല നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കോടതിക്ക് ബോധ്യമാകുന്നത്. എലി കരണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നഷ്ടപ്പെട്ട തൂവാല ഈ കോടതിയുടെ ഒക്കെ തന്നെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കോടതിയിൽ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനിയുള്ള നടപടികൾ സ്വീകരിക്കുക. പക്ഷേ നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞത്, CBI ആണ് ഈ കേസ് അന്വേഷിച്ചത്, പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ തൂവാല നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, കാരണം ഫോറൻസിക് റിപ്പോർട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കേസിന് ഇത് സാരമായി ബാധിക്കില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. എന്തായാലും കാരായി രാജനും ചന്ദ്രശേഖരനും ഉൾപ്പെടുന്ന വലിയൊരു CPMന്റെ പ്രബലമായിട്ടുള്ള നേതാക്കന്മാർ പ്രതികളായിട്ടുള്ള കേസാണ്. കൊടിസുന് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ്. നേരത്തെ കേസ് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം ഇടത് സർക്കാരിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് സാക്ഷി വിസ്താരമൊക്കെ തന്നെ ആരംഭിച്ചതും ഈ തൂവാല നഷ്ടപ്പെട്ട വിവരം കോടതിയിൽ വ്യക്തമാകുന്നതും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ തൂവാല കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ വിവരം പുറത്തുവിട്ടത്, അല്ലെങ്കിൽ ഈ വിവരം പുറത്തു വന്നത് ഇന്ന് മാത്രമാണ്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കും. CBI കോടതിയിലാണ് ഈ കേസിന്റെ വിസ്താര നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. CJM കോടതിയിലാണ് തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നുമാണ് ഈ ടവൽ നഷ്ടപ്പെടുന്നതും പിന്നീട് തിരികെ കിട്ടിയിരിക്കുന്നതും അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. എന്തായാലും 2006 ഒക്ടോബർ 22-ാം തീയതിയാണ് ഫസൽ കൊല്ലപ്പെടുന്നത്. CPM വിട്ട് NDF-ലേക്ക് പോയതിന്റെ ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും അടങ്ങിയ വലിയൊരു ക്രിമിനൽ സംഘം ഗൂഢാലോചന നടത്തിക്കൊണ്ട് CPMന്റെ ഗുണ്ടകൾ ഈ ഫസലിനെ വധിച്ചത്. എന്തായാലും ആ കേസിലെ നിർണായകമായിട്ടുള്ള തെളിവായിട്ടുള്ള രക്തം പുരണ്ട തൂവാല ഇപ്പോൾ CJM കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന റൂമിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഗൗതം. ഓക്കെ രേഷ്മ, എന്തായാലും വളരെ നിർണായകമായ ചില സംഭവങ്ങൾ ഈ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ കേസിൻ്റെ തൊണ്ടി മുതൽ കാണാതായിരുന്നു. ഇപ്പോൾ ആ കാണാതാക്കപ്പെട്ട മുറിയിൽ നിന്ന് തന്നെ ഈ രക്തം പുരണ്ട തുവാല കിട്ടിയിരിക്കുകയാണ്. നേരത്തെ ഈ രക്തം പുരണ്ട തുവാല കൊണ്ട് RSSന്റെ ശക്തി കേന്ദ്രങ്ങളിലിട്ട് ഫസലിനെ കൊന്നത് RSS ആണെന്ന് വരുത്തി തീർക്കുകയും അവിടെ NDF-ഉം RSS-ഉം തമ്മിലൊരു സംഘർഷം ഉണ്ടാക്കാനൊക്കെ CPM 2006-ൽ ശ്രമിച്ച ഒരു കേസാണ്. ആ കേസിൻ്റെ അന്വേഷണം കോടതിയിലെത്തി അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.